അപ്പോൾ രണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാം. ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായോണ്ട്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നീ ദൈവത്തിന് ഒത്തിരി വിലയേറിയതാന്ന് പറ. ചിലപ്പോൾ ചിലരൊക്കെ പറയും നിന്നെ കൊള്ളത്തില്ലെന്നൊക്കെ പറയും, പക്ഷെ നീ ദൈവത്തിന് ഒത്തിരി വിലയേറിയതാണ്. ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി വട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്, എന്നെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഫാസ്റ്റിങ് തുടങ്ങിയപ്പോൾ മുതൽ എനിക്കങ്ങ് വിടുതലാണ്. എല്ലാ മേഖലയിലും അങ്ങ് വിടുതലാണ്. ഞാനിന്ന് രാവിലെ സ്തോത്രം ഞാനെൻ്റെ മൂളിപ്പാട്ടൊക്കെ പാടി ഇറങ്ങിയപ്പോൾ ഇനി ചോദിച്ചാൽ എന്നാ പറ്റി, ഇന്ന് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു മൊത്തം വിടുതലായി. തടഞ്ഞു വെച്ചിരുന്നതൊക്കെ വിട്ടുതരാൻ പോകും. 2, ഇനിയും തടുക്കരുതെന്ന് ദൈവം കൽപ്പിക്കുക. സ്തോത്രം. ഒന്നുകൂടെ പടി കയറി പറയാം. വർഷങ്ങൾ നീ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് മുമ്പിൽ വെളിപ്പെടാതെ തടഞ്ഞു വെച്ചതിനോട് ദൈവം കൽപ്പിക്കുക, വിട്ടുതരിക. ഞാൻ ആ പദത്തെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ഹല്ലേലൂയ. എവിടൊക്കെയോ ഒത്തിരി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ചിലതിനോട് ദൈവം കൽപ്പനയിടുക, ഇനിയും തടയരുത്, അതിനെ വിട്ടുകൊടുക്ക. ആരുടെയൊക്കെയോ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാഞ്ഞതൊക്കെ വെളിപ്പെടാൻ പോവുക. ജീസസ്, ഒരു പ്രാർത്ഥന മതി. ജീസസ്. ശ്രദ്ധിക്കണം, ചില പൈശാചിക തന്ത്രങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ആയിരക്കണക്കിന് ആൾക്കാരോട് പേഴ്സണലി സംസാരിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. എല്ലാ സ്ഥലത്ത് പ്രയറിന് ചെന്നാലും ഒരു പ്രയർ കഴിയുമ്പോൾ 100-300 പേരോട് രാവിലെ ചെല്ലുമ്പോൾ മുതൽ പോരുന്നിടം വരെ ഞാൻ പേഴ്സണലി സംസാരിക്കും. സ്തോത്രം. അവരെല്ലാം എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ, എന്നോട് ഭയങ്കര ദൈവത്തിൻ്റെ ദൂതുണ്ട്. ഞാൻ ബൈബിൾ തുറന്നാൽ എന്നോട് വാക്തത്വമാണ്, പക്ഷേ എൻ്റെ ജീവിതം 0യാണ്. പാസ്റ്റർ, എന്നിലോട്ട് അനുഗ്രഹങ്ങൾ വരാത്ത, അഭിഷേകം വരാത്ത, നന്മ വരാത്ത തടയുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയെ പോലും പാർസി രാജ്യത്തിൻ്റെ പ്രഭു തടഞ്ഞു വെച്ചെന്ന. സ്തോത്രം. പക്ഷെ ദൈവം കൽപ്പിക്കുക, ഇനിയും തടഞ്ഞു വെക്കരുത്, വിട്ടുകൊടുക്കണം. ദൈവം കൽപ്പനയിടുക. സ്തോത്രം. ഏതൊക്കെയോ മേഖലകളിൽ ഇതുവരെ നടക്കാത്ത ചില വിജയം സംഭവിക്കാൻ പോവുക. അത് നിൻ്റെ കുഞ്ഞിനോട് ബന്ധപ്പെട്ടായിരിക്കാം, നിൻ്റെ വീടിനോട് ബന്ധപ്പെട്ടായിരിക്കാം, നിൻ്റെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടായിരിക്കാം, നിന്നെ ചവിട്ടി പിടിച്ചിരിക്കുന്ന നിൻ്റെ പ്രോപ്പർട്ടി ആകാം, നിൻ്റെ കുടുംബമാകാം, ആത്മീക ബന്ധമാകാം. ഹോളി സ്പിരിറ്റിന് ഒന്നേ പറയാനുള്ളൂ, ഈ പ്രാർത്ഥനയിൽ ചിലതൊക്കെ വിട്ടുതരും.